വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റേക്കിന്റെ റെസിപ്പി നോക്കിയാലോ. ഈ വീഡിയോയുടെ തംബ്നെയിലിൽ ഞാൻ ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നതായിരിക്കും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ചിക്കൻ സ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ലൈം ജ്യൂസ്, അത് 1 നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തേൻ, ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ തേനും ടൊമാറ്റോ സോസും ലൈം ജ്യൂസും ആണ് ഇതിന്റെ ടേസ്റ്റ് എൻഹാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും സ്കിപ്പ് ചെയ്യാതെ മസ്റ്റ് ആയിട്ടും ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കളറാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല അപ്പീലിംഗ് ആയിരിക്കും ഇത് കാണാൻ തന്നെ. അപ്പൊ കാശ്മീരി മുളക് പൊടി ഉള്ളവര് അത് തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്കിത് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നാൽ മാത്രമാണ് മസാലയൊക്കെ ചിക്കന്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 കപ്പ് ബ്രോക്കോളി അല്ലി ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ ഒക്കെ അല്ലിയായിട്ട് തിരിച്ചെടുക്കാറില്ലേ, അതേപോലെ തന്നെ ബ്രോക്കോളി നമുക്ക് അല്ലി തിരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഈ ചൂടുവെള്ളത്തിൽ ഈ ബ്രോക്കോളി ഒന്ന് കിടക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാനൊരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വളരെ സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്. നമ്മുടെ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് വെക്കേണ്ട മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാത്ത് ഒരുപാട് ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്രോക്കോളി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഈ ബ്രോക്കോളി കോളിഫ്ലവറിലൊക്കെ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് എടുക്കുന്നത്. നമ്മൾ തോരനൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോ ഇവിടെ സ്റ്റേക്കിന്റെ സൈഡായിട്ട് വെക്കുന്നത് ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ബ്രോക്കോളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 നുള്ളു കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബ്രോക്കോളി എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ലേ, അപ്പൊ അത് കഴിക്കാൻ നല്ല ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അതിന് ടേസ്റ്റ് ഒന്ന് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മാറ്റി വെക്കാം. ഞാനിവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് ഒരു സാധാരണ തവയിലാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ ഈ പാനിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ഈ തവയുമേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഒരു നോൺ സ്റ്റിക്കിന്റെ ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രിൽ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ സാധാരണ നോൺ സ്റ്റിക്കിന്റെ പാനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഗിവ് അവേയുടെ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഫസ്റ്റ് പ്രൈസ് PG&A നോൺ സ്റ്റിക് കുക്ക് വെയർ ആണ്. സെക്കൻഡ് പ്രൈസ് ഒരു ഇലക്ട്രിക് ബീറ്ററും, തേർഡ് പ്രൈസ് PG&A ചോപ്പറും ആണ്. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ള ജ്യൂസ് കളയരുത്. അത് നമുക്ക് ഈ ചിക്കന്റെ മീതെ ഒന്ന് തേച്ചു കൊടുക്കാം. അതിന്റെ അകത്താണ് ആ മാരിനേഷന്റെ ഫുൾ ഫ്ലേവർ ഇരിക്കുന്നത്. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ആദ്യമേ തന്നെ 2 സൈഡ് മാറി മാറി മറിച്ചിടരുത് കേട്ടോ. ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രമാണ് നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. എന്നിട്ട് ആ വശത്തും കൂടി നമുക്ക് ഇതേപോലെ തന്നെ മാരിനേഷന്റെ ബാക്കിയുള്ളത് തേച്ചു കൊടുക്കാം.
എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ വെന്തോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് മിക്കവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. നല്ല ഈസി ആയിട്ട് അത് ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ചിക്കൻ വെന്തു എന്നാണ് അതിന്റെ അർത്ഥം. ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റേക്കിന്റെ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ആദ്യം കുറച്ച് മാഷ് പൊട്ടറ്റോസ് ആണ് വെച്ച് കൊടുക്കുന്നത്. മാഷ് പൊട്ടറ്റോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഐകാർഡിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ഇംഗ്ലീഷ് കുക്കുംബേഴ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിന്റെ സൈഡിലായിട്ട് നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രോക്കോളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ക്യാരറ്റ്, ബീൻസ്, സ്വീറ്റ് കോൺ, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ സൈഡിലേക്ക് നമ്മൾ ഗ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് വെച്ച് കൊടുക്കാം. യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ആ പറഞ്ഞ ഗിവ് അവേയിൽ സ്പെഷ്യൽ ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പൊ ഇതേപോലെ ചിക്കൻ സ്റ്റേക്ക് തയ്യാറാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടാവും. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഗീവ് അവേ ദിയാൻസ് കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഉള്ളത്. ആ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം.